ഹലോ ഫ്രണ്ട്സ് ഓഫ് ആഫീസ് വ്ലോഗ്. ഇന്ന് നമുക്കൊരു നാടൻ രീതിയിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. കപ്പ ബിരിയാണിക്കായിട്ട് ഞാൻ 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമായ സാധനങ്ങൾ: മല്ലിപ്പൊടി 3 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. ഇത്ര പൊടികൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഗരം മസാലയുടെ 10 കുഞ്ഞുള്ളി ചെറുത് ഒന്ന് കീറിയത്, 2 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1.5 സ്പൂണ് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീരായാലും മതി, ആവശ്യത്തിന് കറിവേപ്പില, 1/2 സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അതിൽ എണ്ണ വയ്ക്കുക. 10 മിനിറ്റ് വെച്ച് ആ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബീഫിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ സമയത്ത് ഞാൻ കപ്പ വേവിക്കാൻ വയ്ക്കുകയാണ്. കപ്പ നന്നായിട്ട് കഴുകി, 1 കിലോ കപ്പയാണ്, നന്നായിട്ട് കഴുകി വെള്ളം വാരി അത് കപ്പയോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും, 2-3 കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഇത് കപ്പ വേവിക്കാൻ വയ്ക്കുക. സ്റ്റവ് മൂടി വയ്ക്കുക. കപ്പ ഒരുപാട് ഉടഞ്ഞു പോകും കുക്കറിലൊക്കെ വേവിക്കുക. അല്ലെങ്കിൽ കുക്കറിലാണെങ്കിലും വേവിക്കുക, ഒരു 2 വിസിൽ മതി. ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത്. അങ്ങനെ കപ്പ വെന്തു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് മസാല തയ്യാറാക്കാനാണ്. അതിലേക്കൊരു 2 സവാള കനം കുറഞ്ഞരിഞ്ഞത്, ചെറിയ സവാളയാണ്, വലിയ സവാളയാണെങ്കിൽ ഒന്നായാലും മതി, കനം കുറഞ്ഞരിഞ്ഞത് വഴറ്റിയെടുക്കാം. ഒരുപാട് റെഡ് കളറാവേണ്ട, ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റുക. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം വരണ വരെ ജസ്റ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും പൊടികളിടണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മതി. വീണ്ടും ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണം, എന്നാലാണ് കപ്പ ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. ചെറിയ തീയിൽ ഇടുക. പിന്നെ ഒരു ഗരം മസാല നമ്മൾ ആദ്യമേ ഇട്ടതാണ്, അതുകൊണ്ട് 1/4 സ്പൂൺ ഗരം മസാല ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ആ മിക്സ്, അതായത് ബീഫും ഓരോരുത്തരുടെ ബീഫിനനുസരിച്ചുള്ള ഓരോ നാട്ടിലും ബീഫിന് ഓരോ വേവാണ്. എനിക്ക് ബീഫ് നന്നായിട്ട് എല്ലോടുകൂടി ബീഫാണ് ഞാൻ എടുത്തേക്കുന്നതാണ് കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ്. ബീഫ് മസാലയിൽ ചേർത്ത് പിന്നെ തിളച്ച വെള്ളം, കുറച്ച് ചൂടുവെള്ളമോ തിളച്ച വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളത്തിൽ ഒരിത്തിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ മസാല ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കാനാണ്. ഇനി മൂടി വെച്ച് മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഞാൻ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വീട്ടിൽ ഞാൻ കപ്പ ചേർത്തു. നമ്മൾ വേവിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞ കപ്പ ഉടച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തു. അതും കപ്പ ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് മസാല അതിലേക്ക് പിടിക്കാനാണ് 5 മിനിറ്റ് മൂടി വെച്ചെടുത്താണിത്. അങ്ങനെ നമ്മുടെ നാടൻ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലയും സവാളയും പച്ചമുളകും കൂടെയും ഇടുക ഇതിൻ്റെ മേലെ. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു ഓൾ.